തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിലേറ്റവും സ്നേഹിതരെ, എല്ലാവർക്കും പ്രഭാതവന്ദനം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മറ്റൊരു സവിശേഷത എന്നുള്ളത്, നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധ മാതാവിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്, ചിത്രീകരിക്കുന്നത് രണ്ടാം ഹൗവയായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന്. ഒരു സ്ത്രീ മൂലം ഉണ്ടായ നാശത്തെ മറ്റൊരു സ്ത്രീ മൂലം അതിനെ വീണ്ടെടുക്കുന്നു. ഒരു സ്ത്രീ മൂലമുണ്ടായ നിന്ദയെ മറ്റൊരു സ്ത്രീ മൂലം മാനവരാശിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വഴിതെളിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ട നാണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ഉപമയാണ് അവിടെ കാണുന്നത്. നഷ്ടപ്പെട്ട നാണയത്തെ കണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ ഭവനത്തിലെ അമ്മയെക്കുറിച്ച് പറയുന്നത്, ആദ്യമേ വിളക്ക് തെളിയിച്ചു എന്നാണ്. വിളക്ക് തെളിയിച്ചു, അടിച്ചു വാരി എന്ന് കാണുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ വിളക്കെന്ന് പറയുന്നത് അമ്മയാണ്. ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം, ഒരു കുടുംബത്തെ പ്രകാശിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. അതുകൊണ്ട് ഈ ലോകം പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ മാതാവിന് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്കും ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് അരുളി ചെയ്ത യേശുദമ്പുരാൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണമെന്ന്. നമുക്കും ഓരോ വിളക്കുമരങ്ങളായി മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഈ അമ്മയുടെ പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.